ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തോ അല്ലെങ്കിൽ 4 മണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്നാക്കാണിത്. ചിക്കനോ ബീഫോ മുട്ടയോ ഒന്നും ചേർക്കാതെ തയ്യാറാക്കിയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. സാധാരണ വെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നല്ലൊരു ഡോ ആക്കിയെടുക്കണം. വെള്ളം കൂടി പോകരുത് കേട്ടോ. വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന ആ ഒരു പരുവത്തിൽ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ ഞാൻ നല്ല സോഫ്റ്റായിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഓയിലൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളക് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളി ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പൊടികളൊന്ന് മൂത്ത് വരുന്നത് വരെ വഴറ്റിയെടുക്കാം. മുളക് പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. ഇപ്പോൾ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഇതുപോലെ ഉടച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രോസൺ പീസ് വേവിച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു മസാലയൊക്കെ ഈ കിഴങ്ങുമായിട്ടും അതുപോലെ ഫ്രോസൺ പീസൊക്കെ ആയിട്ടൊന്ന് മിക്സ് ആവുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് അല്പം മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയും മതി. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുഴച്ചെടുത്ത് വെച്ചിട്ടുള്ള മാവ് എടുത്തിട്ട് നമുക്ക് അല്പം പൊടി തൂവി കൊടുത്തിട്ട് ഒന്നും കൂടി ഇതുപോലെ കുഴച്ചെടുത്തിട്ട് ഇതുപോലെ നീളത്തിലാക്കി ഓരോ പീസായി കട്ട് ചെയ്തെടുക്കാം. ഇനി ഓരോന്നും എടുത്തിട്ട് നല്ല ഓരോ ഉരുളാക്കി എടുത്തതിന് ശേഷം പരത്തിയെടുക്കാം. ഇതുപോലെ അല്പം പൊടി തൂവി കൊടുത്തതിന് ശേഷം പരത്തിയെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ 4 ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് സ്ക്വയർ ഷേപ്പിലാക്കിയെടുക്കാം. ഇനി നമുക്കിത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പശയാക്കി എടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. സൈഡിൽ ഇതാ ഇതുപോലെ കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം കേട്ടോ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ. ഇനി നമുക്ക് ഈ ഒരു 2 ഭാഗവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഈ ഒരു ഭാഗത്ത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തും കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് വേർപെട്ട് പോകരുത് കേട്ടോ. അതാ ഇവിടെ കൊടുന്നിട്ട് നിർത്തി വെക്കണം. അപ്പോൾ അതാ കട്ട് ചെയ്താൽ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. ഇനി നമുക്കിതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് മൈദയുടെ ആ പശ ഇതുപോലെ ആക്കി കൊടുത്ത ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പീസ് നമുക്കിതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ ഒട്ടിച്ച് വെക്കുക. ഇനി നമുക്ക് ഈ
ഈ ഒരു 2 ഭാഗത്തും ഇതുപോലെ കട്ടിങ് കൊടുക്കാം. അപ്പോൾ ആദ്യം ഈ ഒരു ഭാഗത്ത് ഞാൻ ഇതുപോലെ ഒരു 5 കട്ടിങ് കൊടുക്കുന്നുണ്ട്. ഇനി മറ്റേ സൈഡിലും ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഇതാ ഓരോന്നും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഈ ഫില്ലിങ് വെച്ചതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് മൈദയുടെ പശ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് മറ്റേ ഭാഗത്ത് നിന്നും ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 ഭാഗത്ത് നിന്നും മാറി മാറി ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി അധികം പുറത്തേക്ക് വന്നിട്ടുള്ള ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോന്നും ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ആയി വരുമ്പോൾ ഇതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇനി ബാക്കിയുള്ളതെല്ലാം പൊരിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്